നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് iQOO C5 എന്ന് പറയുന്ന ഫോണിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ബിൽഡാണ്, പോളികാർബണേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 195 grams ആണ്. iQOO C3 വെച്ച് നോക്കുകയാണെങ്കിൽ, ഇതിന് തൊട്ട് മുന്നേ ഇറങ്ങിയ ഫോണാണ് iQOO C3 എന്ന് പറയുന്നത്. iQOO C3 വെച്ച് നോക്കുകയാണെങ്കിൽ ഡിസൈൻ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുണ്ട്. കുറച്ചുകൂടെ പ്രീമിയം ലുക്കൊക്കെ തരുന്നൊരു ഡിസൈനാണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ മാറ്റ് ആയിട്ടുള്ള ഫിനിഷൊക്കെ കൊടുത്തിട്ട് കുറച്ചുകൂടെ പ്രീമിയം ഫീലൊക്കെ തരുന്നുണ്ട്. iQOO 7ൻ്റെ ക്യാമറ മോഡ്യൂളിൻ്റെ ഡിസൈനൊക്കെ കുറച്ചുകൂടി ഇൻസ്പയർഡ് ആക്കിയിട്ടാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ മോഡ്യൂളൊക്കെ കൊടുത്തിരിക്കുന്നത്. വളരെ പ്രീമിയം ലുക്കാണ് അത് ഈ ഒരു ഫോണിന് തരുന്നത്. ഉണ്ടായിരുന്ന നോച്ച് മാറ്റിയിട്ട് പഞ്ച് ഹോൾ ക്യാമറ തന്നത്, അത് വളരെ വലിയൊരു പോരായ്മയായിരുന്നു iQOOൻ്റെ മുന്നിലത്തെ ഫോണുകൾ. iQOO C3 ഈ ഒരു നോച്ച് ഒരുപാട് പേര് ഭയങ്കര ഒരു പോരായ്മയായിട്ട് കണ്ടൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ആ ഒരു നോച്ചൊക്കെ എടുത്ത് മാറ്റിയിട്ട് പഞ്ച് ഹോൾ ക്യാമറ തന്നിട്ടുണ്ട്. വളരെ നല്ല ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന് പറയാം. ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൽ 3.5mm ജാക്ക് തന്നിട്ടുണ്ട്. 3.5mm ജാക്ക് എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഭവമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. എന്തായാലും ഗെയിമൊക്കെ കളിക്കുന്നവർക്ക്, വയർഡ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലൊരു ബെനിഫിറ്റാണ് 3.5mm ജാക്ക് അതിൽ വീണ്ടും നിലനിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ടിലെ ഗ്ലാസ് എന്ന് പറയുന്നത് ഗോറില്ല ഗ്ലാസ് അല്ല, വേറൊരു ഗ്ലാസ്സാണ്. പാൻഡ ഗ്ലാസ് എന്നാണ് ഈ ഒരു ഫോണിൻ്റെ ഗ്ലാസ് എന്ന് പറയുന്നത്. പാൻഡ, ഗോറില്ല, എലിഫൻ്റ് അങ്ങനെ പല തരത്തിലുള്ള പേരുണ്ടായിരിക്കും. പോട്ടെ, എന്തായാലും ഗോറില്ല ഗ്ലാസ് അല്ല ഫ്രണ്ടിലുള്ളത്, പാൻഡ ഗ്ലാസ് ആണ്. എന്തായാലും പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ ഒരു ഫോണിൽ ലുക്സും ഫീലും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അറ്റ് ദ റേഞ്ച് ഓക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ചെറിയ പ്രീമിയം ഫീലൊക്കെ ഈ ഒരു ഫോണ് തരുന്നുണ്ട്. ഇൻ ഹാൻഡ് ഫീലൊക്കെ അടിപൊളിയാണ്, കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫോണായിട്ടൊക്കെ ഫീൽ ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടൊക്കെ സാധിക്കുന്ന ഒരു ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD പാനൽ ഡിസ്പ്ലേ ആണ്. നെറ്റ് ചുളിക്കേണ്ട. ഈ ഒരു 25,000 രൂപയ്ക്കുള്ളിൽ വരുന്ന ഈ ഒരു ഫോണിൽ എന്തായാലും നമുക്ക് AMOLED ഡിസ്പ്ലേ കിട്ടുന്നില്ല. ഈ ഒരു ഫോണിൽ IPS LCD പാനലാണ് കിട്ടുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. AMOLED വേണോ IPS LCD വേണോ എന്നുള്ളത് ഒരാളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. IPS പാനലിലേക്ക് വരികയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് IPS പാനൽ അറ്റ് ദിസ് റേറ്റ് ആണ് ഈ ഒരു ഫോണിൽ തന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ IPS ഡിസ്പ്ലേ എന്ന് പറയുന്നത് HDR ടേൺ സപ്പോർട്ട് ആവുന്നുണ്ട്. DCI P3 വൈറ്റ് കളർ ഗ്യാമറ്റ് സപ്പോർട്ട് ആവുന്നുണ്ട്. നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേയിൽ ഉള്ള ഒരു വിഷ്വലിനേക്കാളും കളർ ആക്യുറസി കൂടുതലെന്ന് പറയുന്നത് IPS ഡിസ്പ്ലേയിലായിരിക്കും. ശരിക്കും ഉള്ളൊരു സാധനത്തിൻ്റെ കളേഴ്സൊക്കെ കൂടുതലും AMOLEDനെ അപേക്ഷിച്ച് IPSലായിരിക്കും വളരെ കൃത്യമായിട്ട് കാണിക്കുക. അതുകൂടാതെ തന്നെ ഈ ഒരു ഫോണിൽ HDR ടേണിൻ്റെ സപ്പോർട്ടും DCI P3 കളർ ഗ്യാമറ്റും തന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫോണിലൊക്കെ ഇട്ട് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എഡിറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇമേജ് റെഫർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കളർ ആക്യുറസി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് IPS പാനൽ അറ്റ് ദിസ് റേറ്റ് ആണ് ഈ ഒരു ഫോണിൽ തന്നിരിക്കുന്നത്. IPS എന്നത് ഞാൻ ഇതിൽ ഒരു പോരായ്മയായിട്ട് കാണുന്നില്ല. പിന്നെ AMOLED വേണോ എന്നുള്ളത് ഒരാളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നെക്സ്റ്റ്, ഈ ഒരു ഫോണിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ iQOOൻ്റെ ഇമേജ് പ്രോസസ്സിങ് ആൽഗോരിതം കുറച്ച് അടിപൊളിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ റെഡിമെയ്ഡായിട്ട് നമുക്ക് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഫോട്ടോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, നേരെ സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരൊക്കെ ആണെങ്കിൽ iQOO നല്ല ഫോണാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ iQOO C5 എന്ന് പറയുന്നത് നല്ലൊരു ക്യാമറ ഉള്ള ഫോണാണ്. കാരണം എടുക്കുമ്പോൾ തന്നെ വളരെ നല്ല ഫോട്ടോസാണ് നമുക്ക്, അതായത് ജസ്റ്റ് ക്ലിക്കിൽ തന്നെ നല്ല ഫോട്ടോസ് നമുക്ക് കിട്ടും. നമ്മളതിൽ കാര്യമായിട്ട് മത്സരിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. നമ്മൾ പിന്നീട് എഡിറ്റ് ചെയ്ത് അധികം ചെയ്യേണ്ട കാര്യം വരാതെ തന്നെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് പ്ലീസിങ് ആയിട്ടുള്ള ഫോട്ടോസ് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 64MB പ്രൈമറി ക്യാമറയാണ് തന്നിരിക്കുന്നത്. സാംസങ്ങിൻ്റെ GW3 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. 1.79 അപ്പർച്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പർച്ചർ വാല്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ തുളയുടെ വലുപ്പമാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം വലുതാവുന്നോ അത്രത്തോളം ലൈറ്റ് കൂടുതൽ ക്യാമറയ്ക്കുള്ളിലേക്ക് എത്തുകയും അത്രത്തോളം നല്ല ഫോട്ടോസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ ബെറ്റർ ആക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ 1.79 അത്യാവശ്യം വലിയ അപ്പർച്ചറാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോസൊക്കെ, അല്ലെങ്കിൽ നല്ല ലോ ലൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഫോണിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 778G ഒക്ടാകോർ പ്രോസസ്സറാണ് വന്നിരിക്കുന്നത്. ഈ ഒരു 778G എന്ന് പറയുന്ന ഒരു 5G പ്രോസസ്സറാണ്. ഇത് 2020 വൺ ഓഫ് ദ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വെൽ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അത്യാവശ്യം ഫോണുകളിലൊക്കെ നല്ല രീതിക്ക് നല്ല പെർഫോമൻസ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊന്നും ഈ ഒരു ഫോണിൽ ഉണ്ടാവില്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും.
ഈ ഒരു ഫോണിൻ്റെ റാം എന്ന് പറയുന്നത് LPDDR5X റാമാണ് തന്നിരിക്കുന്നത്. ഈ റേഞ്ചിലുള്ള മിക്കവാറുള്ള ഫോണുകളിലും LPDDR4X റാമുകളാണ് കൊടുക്കുന്നത്. പക്ഷേ Iqoo ഇവിടെ നമുക്ക് LPDDR5X റാം തന്നു, കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള റാമാണ് തന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് ഇന്റേണൽ സ്റ്റോറിൽ നിന്ന് കുറച്ച് സ്റ്റോറേജ് എടുത്തിട്ട് എക്സ്റ്റൻഡഡ് റാം ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളത്. അഥവാ ഇപ്പോൾ 8GB റാമുള്ള ഒരു ഫോണാണെങ്കിൽ ഒരു 4GB കൂടെ ഇന്റേണൽ സ്റ്റോറേജിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് 8+4 12GB റാം ആയിട്ട് ആവശ്യമുള്ള സമയത്തൊക്കെ അങ്ങനെ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീച്ചർ കൂടി ഈ ഒരു ഫോണിൽ തരുന്നുണ്ട്. അടുത്ത ഒരു കീ ഫീച്ചറാണ് ഈ ഒരു ഫോണിൽ തന്നിരിക്കുന്ന ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം തന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൽ നിന്നുള്ള ഹീറ്റ് മാക്സിമം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിൽ നിന്നുള്ള ഇതുവരെയും ഓവർ ഹീറ്റിംഗ് ആയിട്ടുള്ള ഒരു യാതൊരു തരത്തിലുള്ള ഇഷ്യൂവും ഇതുവരെ ഉണ്ടായിട്ടില്ല. നെക്സ്റ്റ് ഇതിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 5000 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ 44 വാട്ടിൻ്റെ ഒരു ഫ്ലാഷ് ചാർജിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാർജിങ് ഒക്കെ വളരെ സ്പീഡിലാണ് നടക്കുന്നത്. ഒരു 1 ഡേ അല്ലെങ്കിൽ 1 ഡേ പ്ലസ് പെർഫോമറാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വിവോൻ്റെ സബ്സിഡിയറി ബ്രാൻഡാണ് Iqoo എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ OS എന്ന് പറയുന്നത് വിവോയുടെ OS ആയിട്ടുള്ള ഫൺ ടച്ച് OS ആണ് വന്നിരിക്കുന്നത്. ഫൺ ടച്ച് OS എന്ന് പറയുന്നത് എനിക്ക് അത്ര പൊതുവെ താല്പര്യം ഇല്ലാത്തൊരു OS ആണ് വിവോയുടെ OS എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു Iqoo C5 തന്നിരിക്കുന്ന ഫൺ ടച്ച് OS എന്ന് പറയുന്നത് കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു OS ആണ്. കുറച്ചുകൂടെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫീല് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ കുറച്ചുകൂടെ സ്മൂത്തർ ആയിട്ടുള്ള, കുറച്ചുകൂടെ ക്ലീനർ ആയിട്ടുള്ള OS ആണ് ഈ ഒരു ഫോണിൽ തന്നിരിക്കുന്നത്. പക്ഷേ ഒരുപാട് ബ്ലോട്ട് വെയറുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പോരായ്മ. ഒരുപാട് ബ്ലോട്ട് വെയർസ് ഉണ്ട്, ഒരുപാട് വേണ്ടാത്ത കുറേ ആപ്സൊക്കെ ഉണ്ട്. കുറേയൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം, എന്നാലും അതുണ്ട് എന്നുള്ളത് വളരെ ഒരു വല്ലാത്ത കാര്യമാണ്. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒരു ഫോണിൽ കുത്തി നിറച്ച് തരിക എന്നുള്ളത് അത്ര നല്ല സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഒരുപാട് ബ്ലോട്ട് വെയർ ഒക്കെ ഉള്ള ഒരു ഫോണാണ്. ഓക്കെ, അപ്പം Iqoo C5 എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. എന്തായാലും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ ബൈ.